മനുഷ്യാവകാശ പോരാളികൾക്കാകെ ദുഃഖം പകർത്തുന്ന ഒരു വാർത്തയാണ് പോപ്പ് ഫ്രാൻസിസ് പാപ്പയുടെ നിര്യാണം മൂലം, വിടവാങ്ങൽ മൂലം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആഗോള കത്തോലിക്ക സഭയുടെ തലവനും വത്തിക്കാൻ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ പരമാധികാരിയുമായി 2013 പോപ്പ് ഫ്രാൻസിസ് എത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവെറിക്കെതിരെ, വംശീയതയ്ക്കെതിരെ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും പാർശ്വവൽകൃതരായിട്ടുള്ള മനുഷ്യർക്കാകെയും വേണ്ടി നിലകൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുമാരിൽ ഒരാളായിരുന്നു പോപ്പ് ഫ്രാൻസിസ് പാപ്പ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ലോകമാകെയുള്ള മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്കാകെ വേദനയും വ്യസനവും ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആഗോള കത്തോലിക്ക സഭയുടെ 266ാമത്തെ പോപ്പായി അദ്ദേഹം 2013 സ്ഥാനമേറ്റ് അതിനുശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, നടപടികൾ, സംസാരങ്ങൾ ഒക്കെ തന്നെ ലോകത്ത് എല്ലാ മനുഷ്യരെയും, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെയും, കുട്ടികളെ ചൂഷണം ചെയ്യുന്ന സഭയ്ക്കകത്തും പുറത്തുമുള്ള വ്യവസ്ഥിതിക്കെതിരെയും ഒക്കെ നടത്തിയ പോരാട്ടങ്ങൾ നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്, പ്രത്യാശ പകർന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആഗോള കത്തോലിക്ക സഭയുടെ അധിപനും വത്തിക്കാൻ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ പരമാധികാരിയുമായി നിയമിതനാകുന്ന പോപ്പുമാർ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ട് നിലകൊണ്ടു എന്ന് പരിശോധിക്കുമ്പോഴാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജൻറ്റീനയിൽ അദ്ദേഹത്തിൻ്റെ ജനനവും, തുടർന്ന് സുവിശേഷം എന്നുള്ളത്, ബൈബിൾ എന്നുള്ളത്, ക്രൈസ്തവ ദർശനം എന്നുള്ളത് മനുഷ്യരെ ആകെ സേവനത്തിന് വേണ്ടി, മനുഷ്യർക്കാകെയുള്ള വിമോചനത്തിന് വേണ്ടിയുള്ള ഉപകരണമാണ്, സന്ദേശമാണ് എന്ന് തിരിച്ചറിയുന്ന, അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കൃതരുടെയും ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന, ജീവിതം സുവിശേഷ സാക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ജെസ്യൂട്ട് പാതിരിമാരിൽ പെട്ട ആളായിരുന്നു കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാർപ്പാപ്പയായി സ്ഥാനമേറ്റതിന് ശേഷം ഈ പറഞ്ഞ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ആഗോളതലത്തിൽ നിലകൊണ്ടു. ക്രൈസ്തവരുടെ മതാചാര്യൻ എന്നതിലപ്പുറം മനുഷ്യർക്കാകെ പൗരരാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്, അതുപോലെ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവപ്പെടുന്ന മനുഷ്യർക്കാകെ ആശ്വാസം നൽകുന്നതിന്, വംശവെറിയും യുദ്ധവെറിയും സാമ്രാജ്യത്വ ആർത്തിയും കൊണ്ട് മനുഷ്യവംശമാകെ വളരെയധികം പ്രയാസപ്പെടുമ്പോൾ ഈ പറഞ്ഞ മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ ആശയങ്ങൾക്കുമെതിരെ മനുഷ്യസ്നേഹത്തിൻ്റെ വക്താവായി മാറാൻ സുവിശേഷത്തിൽ അധിഷ്ഠിതമായി, ക്രൈസ്തവ ദർശനത്തിൽ അധിഷ്ഠിതമായി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ കാലത്ത് ഇനിയും ധാരാളം വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ട മഹനീയനായ, ആദരണീയനായ പിതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അകാലത്തിൽ കാലം ചെയ്തു എന്ന് മനുഷ്യാവകാശ പോരാളികൾക്ക് തോന്നുകയും അവരെ ആകെ സങ്കടത്തിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പരമ്പരാഗതമായി ക്രൈസ്തവ സഭ അനുവർത്തിച്ചു പോന്നിട്ടുള്ള ചില രീതികളും മനോഭാവങ്ങളും അതിനെ തിരുത്തിക്കാൻ അഭിവന്ദ്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത്
ഇന്ന് ചാനലുകൾ തോറും മാധ്യമങ്ങളാകെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തോട് ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. സ്ത്രീ പുരുഷ ലിംഗം അതിൽ നിന്ന് ഭിന്നമായി വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ആധുനിക ലോകം ഉറപ്പുവരുത്തുന്ന എല്ലാ മനുഷ്യാവകാശങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേറൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സഭയ്ക്കകത്തും പുറത്തും ലൈംഗിക അരാജകത്വത്തിനും വൈകൃതത്തിനും കുട്ടികൾ ബലിയാടുകളാകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ സധൈര്യം മുന്നോട്ട് വന്നു എന്നുള്ളത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആർജവത്തിൻ്റെ സുവിശേഷ ദർശനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പാർശ്വവൽകൃതരായിട്ടുള്ളവർ, സ്ത്രീകളുടെ അവകാശങ്ങൾ, ഇതിനൊക്കെ വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. ഒരു ഘട്ടത്തിൽ പെസഹ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ അനുസ്മരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി നേതാവാകാൻ ആഗ്രഹിക്കുന്നവർ ദാസനായി മാറണം, എല്ലാ മനുഷ്യരുടെയും സേവകരായി മാറണം എന്ന ഉദാത്തമായ സന്ദേശം പ്രകടിപ്പിക്കുന്ന കാലുകഴുകൽ ശുശ്രൂഷ നടക്കാറുണ്ട്. മിക്കവാറും സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം നമ്മൾ പരിശോധിച്ചാൽ പുരുഷന്മാരായിട്ടുള്ള ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളും മനുഷ്യവർഗത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ ഭാഗമാണെന്നും അവരും ക്രൈസ്തവ ദർശനവും ആദർശവും മൂല്യങ്ങളും ലോകം മുഴുവൻ പ്രകടിപ്പിക്കുന്നതിൽ പരത്തുന്നതിൽ ക്രൈസ്തവ സഭയ്ക്ക് നിസ്തുലമായ സംഭാവന നൽകുന്നവരാണ് എന്നും അംഗീകരിച്ചുകൊണ്ട് ആ കാൽ കഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തണം എന്ന സ്ത്രീ സമത്വപരമായ ഒരു സമീപനം അദ്ദേഹം എടുക്കുകയുണ്ടായി. പലപ്പോഴും സാമ്രാജ്യത്വത്തിൻ്റെ ആർത്തിക്കെതിരെ, ആ ആർത്തിയാണ് ലോകം മുഴുവനുമുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന, മനുഷ്യരനുഭവിക്കുന്ന അസമത്വത്തിനും അസ്വാതന്ത്ര്യത്തിനും പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒക്കെ കാരണം എന്ന് വളരെ കൃത്യമായി വ്യക്തമായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹം കടന്നു വന്ന വളർന്നു വന്ന വഴികൾ, അദ്ദേഹത്തിൻ്റെ രാജ്യം, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലെ അർജൻറ്റീന, ലാറ്റിൻ അമേരിക്കയിലെ പെറുവിൽ നിന്നാണ് ദൈവശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ പുരോഹിതനുമായിരുന്ന ഗുസ്താവിയോ ഗുട്ടിയേറസ്, അദ്ദേഹം ലിബറേഷൻ തിയോളജി എന്ന് പറയുന്ന ദൈവശാസ്ത്രം അല്ലെങ്കിൽ മത ദർശനങ്ങൾ മനുഷ്യരുടെ സാമ്പത്തികവും രാഷ്ട്രീയവും പൗരത്വപരമായിട്ടുള്ള വിമോചനങ്ങൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഏറ്റവും ശക്തിയുള്ള ഉപകരണമാക്കി മാറ്റണം എന്ന ലിബറേഷൻ തിയോളജിക്ക് ആരംഭം കുറിച്ചത് ഈ പുരോഹിതനിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഈ ലിബറേഷൻ തിയോളജിയിൽ അധിഷ്ഠിതമായ ആശയം തീർച്ചയായും ലാറ്റിൻ അമേരിക്കയിൽ വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേരൂന്നാൻ കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ നൈതികത, മൂല്യബോധം, അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നാളിതുവരെയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് വേണ്ടി ജാതി, മത, വർണ്ണ, പ്രാദേശിക, രാജ്യ വ്യത്യസ്തതകൾക്കപ്പുറത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ, നിലപാടെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അതുപോലെ മനുഷ്യരാകെ നേരിടുന്ന ദാരിദ്ര്യവും പട്ടിണിയും അസമത്വവും അജ്ഞതയും ഇതെല്ലാം മനുഷ്യർ നേരിടുന്ന കുരിശുകളായി കണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ, ആ മുറിവുകൾക്കൊക്കെ നല്ല ഔഷധമായി നൽകാൻ, നല്ല സമരിയക്കാരനാകാൻ അദ്ദേഹം തൻ്റെ നിലപാടിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ഇത്തരത്തിൽ എല്ലാ മതങ്ങളും മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മനുഷ്യരെ മാനവികതയുടെ അടിസ്ഥാനത്തിൽ കാണുന്നതിനും പരസ്പരം സ്നേഹിക്കുന്നതിനും സാഹോദര്യഭാവത്തോടുകൂടി പെരുമാറുന്നതിനും സമത്വത്തോടുകൂടി കാണുന്നതിനും ഒക്കെ പ്രേരിപ്പിക്കുന്നതാണ്. ഇത്തരം മതമൂല്യങ്ങൾ ലോകത്താകെയുള്ള മതാചാര്യന്മാർ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാൽ ആധുനിക രാഷ്ട്രസങ്കല്പത്തിനകത്ത് മനുഷ്യൻ്റെ എല്ലാ അവകാശ പോരാട്ടങ്ങൾക്കും കുറേ കൂടി ഉത്തേജനം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വഴിക്ക് പുതിയൊരു മാർഗം വെട്ടിത്തുറക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നതാണ്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകത 1960കളിലും അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഒക്കെ തന്നെ വിമോചന ദൈവശാസ്ത്രത്തോടൊപ്പം വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ് എന്നുള്ള സന്ദേശവും ഉയരുന്നുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് എഡ്യൂക്കേഷൻ ഫോർ ലിബറേഷൻ, വിദ്യാഭ്യാസം വിമോചനത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള സന്ദേശം പൗലോ ഫെയർ പെഡഗോഗി ഫോർ ഒപ്രസ്ഡ് എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹവും ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ ആകെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കണം എന്നുള്ള ദർശനവും ഉയർന്നു വരുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ എല്ലാ ആശയങ്ങളും, പ്രത്യേകിച്ച് പുരോഗമനപരമായ ആശയങ്ങൾ മനുഷ്യ വിമോചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. തീർച്ചയായും ഇത്തരം ആശയങ്ങൾ ഫ്രാൻസിസ് പോപ്പിൻ്റെ ദർശനങ്ങളെയും ജീവിതത്തെയും അദ്ദേഹം 2013 ശേഷം അലങ്കരിച്ച ആ പദവിയെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന് കൊട്ടാര സമാനമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന വത്തിക്കാൻ സിറ്റിയിലെ ആ കൊട്ടാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. അതുപോലെ സാധാരണ മനുഷ്യർക്കുള്ള അവകാശങ്ങൾ മാത്രം തനിക്കും മതി എന്നുള്ള ഏറ്റവും ഉദാത്തമായ ഒരു മൂല്യബോധം ഉയർത്തിപ്പിടിക്കുന്നു. ഒപ്പം തന്നെ മനുഷ്യവംശത്തിനാകെ വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, പാർശ്വവൽക്കൃതർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, പ്രകൃതിക്കാകെ വേണ്ടി നിലകൊള്ളുന്ന നീതിമാനായ ഒരു പോപ്പായിരുന്നു ഫ്രാൻസിസ് പോപ്പ് എന്നുള്ളത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ കുറേ കൂടി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കുറേ കൂടി ഈ കാലത്ത് നിലനിൽക്കേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പലസ്തീനിലെ അക്രമത്തിനെതിരെ, ഇസ്രായേലിൻ്റെ അക്രമത്തിനെതിരെ, അമേരിക്കയുടെ സാമ്രാജ്യത്വ മനുഷ്യത്വ വിരുദ്ധമായ നയങ്ങൾക്കെതിരെ ഒക്കെ തന്നെ അദ്ദേഹം ശബ്ദമുയർത്തുന്നു. ഇങ്ങനെ മനുഷ്യർക്കാകെ വേണ്ടി പോരാടുന്ന, മതത്തിന് ഉപരിയായി മതദർശനങ്ങളെ കാണുന്ന ഒരു ആത്മീയാചാര്യൻ എന്നുള്ള നിലയ്ക്ക് അഭിവന്ദ്യനായ ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗം നമ്മളെ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ വ്യസനമുണ്ടാക്കുന്നതാണ്, ദുഃഖമുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മരിക്കാത്ത മനുഷ്യത്വ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ ശിരസ്സ് നമിക്കുന്നു.